ഹലോ, ഇന്ന് ഉച്ച കഴിഞ്ഞൊന്ന് തെണ്ടാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണിയും മുട്ടയും പപ്പടമൊക്കെ കൂട്ടി തട്ടി. വേണ്ട, കണ്ടില്ലേ, നടക്കാൻ വന്നപ്പം കണ്ട കാഴ്ചയാണ്. ഫാമിലെ ആടുകളാണ്. മേല് ചൊറിയാണ് കേട്ടോ അവർ. നടന്ന് ഞങ്ങളൊരു ക്ലിഫിലെത്തി. ക്ലിഫ് അടിപൊളിയാണ്. ഇവിടെ ലോക്കൽ ആയിട്ട് ഉള്ളൊരു ക്ലിഫാണ്. എനിക്ക് പേരൊന്നും അറിയില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ദൂരേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. സമ്മർ ആയതുകൊണ്ട് കടൽ പൊതുവെ ശാന്തമാണ്. മഴയത്ത് അല്ലെങ്കിൽ വിൻ്റർ ടൈമിലൊക്കെ ഇങ്ങോട്ട് വന്ന് നിന്നാൽ നമ്മൾ ശരിക്കും പേടിച്ചു പോകും, കടലിൻ്റെ ഒരു വൈൽഡ്നെസ് കാണുമ്പോൾ. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്, നല്ല വെയിലുണ്ട്, എങ്കിൽ വലിയ തണുപ്പുമില്ല, അങ്ങനത്തെ ഒരു. ഇപ്പോൾ അതാ ദൂരേക്ക് നോക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സഞ്ചാരികളൊക്കെ ഉണ്ട്. എല്ലാവരും സമ്മർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നൊരു സമയമാണ്. താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ആളുകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ അവർ വരുമ്പോൾ അവരെ പട്ടികളെയും കൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ അവർ അങ്ങ് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യും. എനിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പേടിയാണ് വെള്ളത്തിലിറങ്ങാൻ. അതുകൊണ്ട് ഞാൻ അതിന് ശ്രമിക്കാറില്ല. ദൂരെ നിന്ന് ഇങ്ങനെ കാണും, അങ്ങ് പോവും. അല്ലെങ്കിൽ ജസ്റ്റ് പോയി ഒന്ന് കാല് നനയ്ക്കും, എന്നിട്ട് പോരാറാണ് പതിവ്. എല്ലാവരും നല്ല ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ കാണുമ്പം ഇറങ്ങണമെന്ന് കൊതിയൊക്കെ ഉണ്ട്, പക്ഷേ പോണില്ല, പേടിയാണ്. എന്നിട്ടതേ ഇപ്പം ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നോളൂ, മുകളിൽ നിന്ന് താഴേക്കൊന്നും പോയില്ല. ക്ലിഫ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. സമയം പോകുന്നത് അറിയത്തില്ല ശരിക്കും, അവിടെ വന്ന് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ ഡിങ്കിൾ ടൗണിലേക്ക് തിരികെ എത്തി. ടൗണിലെത്തി ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു. ടൗണിൽ പൊതുവെ തിരക്ക് കുറവാണ്. എല്ലാവരും ഇതുപോലെ ബീച്ചുകളിലും ക്ലിഫുകളിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങി കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് കരുതി. നല്ല രസമാണ് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ. സന്ധ്യ മയങ്ങാനായിട്ടുണ്ടെങ്കിലും പക്ഷേ വലിയ ഇതൊന്നുമില്ല കേട്ടോ, വലിയ ഇരുട്ടൊന്നുമില്ല. അങ്ങനത്തെ കാട്ടിലൊരു ബെഞ്ച് കിടക്കുന്നു, അവിടെ വന്ന് കുത്തിയിരുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ കാട്ടിലൊക്കെ പോയിരിക്കാൻ നമുക്കൊരു പേടിയായിരിക്കും, പാമ്പ് വല്ലതും കാണുമോ എന്നൊക്കെ തോന്നും. ഇവിടെ പിന്നെ അങ്ങനൊരു പ്രശ്നമേ ഇല്ല, ഏത് കാട്ടിലും പോയി സുഖമായിട്ടിരിക്കാം. അയർലൻഡിൻ്റെ ഒരു വിശേഷത അതാണ്. പിന്നെ ഞങ്ങൾ അവിടെ വന്നൊരു ടൗണിൽ നിന്നൊരു കടയിൽ കയറി ഐസ്ക്രീം കഴിച്ചു. എൻ്റെ ഫ്രണ്ട് ചായ എടുത്തു. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ, കട്ടൻ ചായയും പാലും സെപ്പറേറ്റ് തരിക ചായ ചോദിക്കുകയാണെങ്കിൽ. എന്നിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്യും. ഈ കട ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കടയാണ്. ഞങ്ങളിപ്പോൾ എല്ലാ മാസവും ഇവിടെ മസ്റ്റായിട്ട് വരാറുണ്ട്. സ്കൂപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐസ്ക്രീം ഷോപ്പ്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ നല്ല കൂട്ടാണ്. കാരണം ഇവിടെ വന്ന് ഇങ്ങനെ ഓരോ മാസവും വന്ന് പല ടൈപ്പ് സാധനങ്ങൾ മേടിച്ച് മുണങ്ങിയിട്ട് പോകുന്നത് കൊണ്ട് അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു കാര്യമാണ്. പക്ഷെ നല്ല ആളുകളാണ് കേട്ടോ, നല്ല നൈസ് ആളുകളാണ്. ഞാൻ ജസ്റ്റ് കടയുടെ വീഡിയോ ഒക്കെ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോൾ പെട്ടെന്ന് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൺഡേസ്, അതുപോലെ കുറേ കോമ്പിനേഷൻ ഐസ്ക്രീംസ്, കുറേ നമുക്ക് ഇവിടെ കിട്ടും. കുറേ ഐറ്റംസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കടയാണ് കേട്ടോ.